ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തി മാവ് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ റെസിപ്പി. ചപ്പാത്തി മാവ് തയ്യാറാക്കി അതിൽ നിന്ന് ചപ്പാത്തി എങ്ങനെ നല്ല സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടി അതിൻ്റെ മാവ് നമ്മൾ 2 കപ്പ് മാവാണ് എടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ മാവ് കുഴയ്ക്കാൻ പോകുന്നത് ചൂടുവെള്ളത്തിലാണ്. ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിയുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല തിളച്ച വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മാവ് നമ്മൾ ഏകദേശം ഒരു പകുതി വരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു സ്പൂണ് തൈര് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ റെഡിമെയ്ഡ് ചപ്പാത്തിയുടെ യുഗമല്ലേ. അപ്പം ഞാനെന്നാൽ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നല്ല സോഫ്റ്റായ ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തനി നാടൻ ചപ്പാത്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.